ഫിസിക്സിന് 36 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 40 ഇവിടെ കം. ഗുഡ് മോർണിംഗ് എവരിബഡി. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് വേവുകളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് O to A വരെ, O to A വരെ എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. O to A വരെ എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. ഈ രണ്ട് വേവുകളും ഒരേ ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാ മനസ്സിലായത്? കൃത്യമായും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. രണ്ട് വേവുകൾ സഞ്ചരിച്ച ദൂരവും എത്രയാണ്? 60 മീറ്റർ ആണ്. 60 മീറ്റർ ആണ്. ഈ 60 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടുപേരുടെയും ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെയും ഫ്രീക്വൻസിയാണ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ ടു 1/t എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ ടു 1/t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ F ഈക്വൽ ടു v/λ എന്ന് പറയുന്ന ഇക്വേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഫൈനലൈസ് ചെയ്യുന്ന വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ രണ്ട് വേവുകളുടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. അവര് ഒരേ സമയമാണ് 60 മീറ്ററിലേക്ക് എത്തിയതും. ഓക്കെ, നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് എന്താണ് ഫ്രീക്വൻസി എന്നാണ് പറയേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇത് ഫസ്റ്റ് വേവ് ആയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ തരംഗം എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് നോക്കിക്കേ, ഇതില് ടൈം നിങ്ങൾക്കറിയാം. ടൈം കൃത്യമായും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 0.2 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. എത്ര ഓസിലേഷൻസ് ആണ്? ഒന്നാമത്തെ വേവില് എത്ര ഓസിലേഷൻസ് ആണ്? പറ, അറിയാവോ ആർക്കെങ്കിലും? അയ്യോ, പെട്ടെന്ന് ക്ലാസ് കയറിയുന്നു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതില് നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എടാ, നമ്പർ ഓഫ് വേവുകളുടെ എണ്ണം എത്രയാണോ, എത്ര വേവുകളുണ്ടോ അത്രയും തന്നെ ആയിരിക്കും ഓസിലേഷൻസിന്റെ എണ്ണവും. അപ്പൊ കുറച്ചൊരു ക്ലാരിറ്റിയുടെ കുറവ് വരും. ദാ നോക്കിക്കേ, ദാ ഇവിടെ മക്കളെ, ദാ ഒരു വേവ് എന്ന് പറയുന്നത് ദാ ഇതാണ്. ഒരു വേവ് എന്ന് പറയുന്നത് ദാ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വേവ് ഉണ്ട്? പറ. ദാ 1, 2, 3, അങ്ങനെ 3 വേവുകളുണ്ട്. ഒരു വേവ് എന്ന് പറയുന്നത് ദാ ഇതാണ്. ഓർത്ത് വെച്ചേക്കുക, ഇതാണ് ഒരു വേവ്. അങ്ങനെ ഇവിടെ എത്ര വേവുകളുണ്ട്? 3 വേവുകളുണ്ട്. എത്ര വേവുകളുണ്ട്? 3 വേവുകളുണ്ട്. ആ 3 വേവുകൾ ഞാൻ പറഞ്ഞായിരുന്നു, എത്രയാണോ ഓസിലേഷൻസിന്റെ എണ്ണം അത് തന്നെയാണ് വേവുകളുടെ എണ്ണം. അല്ലെങ്കിൽ എത്രയാണോ വേവുകളുടെ എണ്ണം അത് തന്നെയായിരിക്കും ഓസിലേഷൻസിന്റെ എണ്ണവും. വെരി ഗുഡ്. അപ്പൊ നോക്കിക്കോ, നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ വേവില് എത്ര വേവുകളുണ്ടടാ? 3 വേവുകളുണ്ട്. അപ്പം 3 ടൈം എന്ന് പറയുന്നത് 0.2 ആണ്. 0.2 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ദാ 15 ഹെർട്സ്. എന്തായിരിക്കും? 15 ഹെർട്സ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലായി വേവ് ഒന്നാമത്തെ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ഹെർട്സ് ആണ്. ഒന്നാമത്തെ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ഹെർട്സ് ആണ്. എന്താ നമ്മൾ ചെയ്തത്? ആ വേവ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കി. ആദ്യത്തെ ആ വേവിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? വേവ് പറ. 3 വേവുകൾ ഉണ്ടായിരുന്നു. ആ 3 വേവിനെ ഞാൻ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഉത്തരം കിട്ടി. അതേപോലെയാണ് ഈ രണ്ടാമത്തെ വേവിലും ചെയ്യേണ്ടത്. നോക്കിക്കേ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഫ്രീക്വൻസി F ഈക്വൽ ടു പറയാ നമ്പർ ഓഫ്
ഓസിലേഷൻസ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് മലയാളം എന്താ? ദോലനങ്ങളുടെ എണ്ണം. അപ്പം നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. ഇതാണ് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ചോദ്യം, ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര ഓസിലേഷൻ ഉണ്ട്, ഈ വേവില് എത്ര ഓസിലേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു എത്രയാണോ വേവുകളുടെ എണ്ണം അത്രയും ഓസിലേഷൻസ്. പഠിച്ചു വെക്കുക, എത്രയാണോ വേവുകളുടെ എണ്ണം അത്രയും ഓസിലേഷൻസ്. നിങ്ങൾക്കറിയാം വേവ് എന്ന് പറയുന്നത് കൃത്യമായി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഒരു വേവ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞേ ഇതിൽ എത്ര വേവുകളുണ്ട് നോക്കിക്കേ. ഇത് മുതൽ ഇവിടെ വരെ ആയപ്പോൾ ഒരു വേവായി. അതേപോലെ ഇത് മുതൽ ഇതുവരെ 2 വേവായി. അപ്പൊ 2 വേവുകളാണ് ഈ ഒരു വേവിലുള്ളത്, അല്ലേ? ആണല്ലോ, ആണ്. അപ്പൊ 2 വേവുകളാണെങ്കിൽ 2 ഓസിലേഷൻ, 3 വേവുകളാണെങ്കിൽ 3 ഓസിലേഷൻ, 4 വേവുകളാണെങ്കിൽ 4 ഓസിലേഷൻ. ഇപ്പൊ ഇവിടെ എത്രയാ ഓസിലേഷൻസ് ഉള്ളത്? 2 ആണ്. അപ്പൊ എഫ് ഈക്വൽ ടു ഫ്രീക്വൻസി ഈക്വൽ ടു 2/0.2. 2/0.2. എങ്ങനെയായി നമ്പർ ഓഫ് ഓസിലേഷൻസിന്റെ അവിടെ 2 വന്നത് പറയാവോ ആർക്കെങ്കിലും? യെസ്. എന്താ പറ? ഇവിടെ എത്ര വേവ് ഉണ്ട്? 2 വേവുകളുണ്ട്. ഇതാണ് ഒരു വേവ. ഇവിടെ വെച്ച് തീരുന്നു. അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി പറയാം? ഒരു ഉയർച്ചയും ഒരു താഴ്ചയും ചേരുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഒരു ഉയർച്ചയും ഒരു താഴ്ചയും എന്ന് പറയുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഉയർച്ചയും 2 താഴ്ചയും ഉള്ളത് കൊണ്ട് 2 വേവ് ആണ്. 2 വേവ് ആണെങ്കിൽ 2 ഓസിലേഷൻസ്. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? അപ്പൊ 2/0.2 എന്നാണ്. ഇതിനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനെങ്ങനെയാ ചെയ്യേണ്ടത്? ഉത്തരം നമുക്ക് 10 ഹെഡ്സ് എന്ന് കിട്ടും. എത്ര കിട്ടും? 10 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പോൾ 2 പേരുടെയും ഫ്രീക്വൻസി ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 വേവുകളുടെയും ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ 2 വേവുകളുടെയും സ്പീഡാണ്. അപ്പം സ്പീഡ് എന്ന് പറയുമ്പോൾ വേവുമായി അല്ലെങ്കിൽ തരംഗവുമായി റിലേറ്റ് ചെയ്താണ് സ്പീഡ് പറയുന്നതെങ്കിൽ അവന്റെ സിമ്പല് എപ്പോഴും ആലോചിച്ച് വെക്കണം, അത് വി ആണ്. അത് വി ആണ്. അപ്പോൾ വി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. വി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. വി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അപ്പൊ കൃത്യമായിട്ടും നമ്മളുടെ കയ്യിൽ ഇവിടെ എഫ് മാത്രമേ ഉള്ളൂ. ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? പറ. ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്തിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വേവ് ലെങ്ത് ഈക്വൽ ടു വേവ് ലെങ്ത് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ number of waves. അതായത് ആ ഒന്നാമത്തെ വേവില് എത്ര വേവുകളുണ്ടോ അതാണ് നമ്പർ ഓഫ് വേവ്സ്. അപ്പൊ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാൻ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോ, ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. അപ്പം ഒന്നാമത്തെ വേവിന്റെ കേസാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നാമത്തെ വേവിന്റെ കേസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് വേവ്സ് എന്ന് പറയുന്നത് ആ ഒന്നാമത്തെ വേവില് 3 വേവുകളുണ്ട്. അപ്പൊ 60/3 എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. 20 മീറ്റർ ആണ്. അപ്പൊ വേവ് ലെങ്ത് എത്ര കിട്ടി? 20 മീറ്റർ. 20 മീറ്റർ കിട്ടി. എങ്ങനെയാ കിട്ടിയത്? ആകെ ആ വേവ് പോയ ദൂരം ബൈ എത്ര വേവുകൾ ഉണ്ടായി. ആകെ ആ വേവ് പോയ ദൂരം ബൈ എത്ര വേവുകൾ ഉണ്ടായി, അതാണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ കിട്ടി. ഇനി എളുപ്പമല്ലേ? വി കണ്ടുപിടിക്കാനായിട്ട് എഫ് ഇൻറ്റു ലാംഡയാണ്.
അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് 15 15 × 20 അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് 300 മീറ്റർ/സെക്കൻഡ്. 300 മീറ്റർ/സെക്കൻഡ്. ഇനി രണ്ടാമത്തെ വേവ് ഉണ്ട്, അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഉത്തരമിടും. ഞാൻ കൃത്യമായിട്ടും ആ കമന്റുകൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത കാര്യം എന്താ? 2 വേവുകൾ തന്നു, ഒരേ ഡിസ്റ്റൻസ് ആണ്, ഒരേ ദൂരമാണ്, ഒരേ സമയമാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനും നിങ്ങളും ഒരേ ദൂരം ഒരേ സമയം കൊണ്ട് പോകുന്നു എങ്കിൽ വേഗത എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പൊ ആ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യമേ 2 വേവും എടുത്ത് വരച്ചു വെച്ചു, അതിനുശേഷം എത്ര വേവുകൾ ഉണ്ടെന്ന് എണ്ണി വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.